ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന ഉണർവിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ച് വലിയ സൗഖ്യത്തിലേക്കും അഭിഷേകത്തിലേക്കും നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സ്നേഹമുള്ളവരെ, യേശു തൻ്റെ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി, ലോകം മുഴുവൻ്റെയും അമ്മയായി സമ്മാനമായി നൽകുന്ന ഭാഗമാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേട്ടത്. യേശു നൽകിയ ആ അമ്മയെ യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും ഏറെ അനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു അമ്മ ആവശ്യമാണ്. വേണ്ട വിധത്തിൽ വളരാനും വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും ഒരു ശിശുവിൻ്റെ വളർച്ചയിൽ ഒരു അമ്മയ്ക്കുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോക ജീവിതത്തിൽ ഒരു അമ്മയുടെ സഹായവും സാന്നിധ്യവും എത്ര ആവശ്യമാണോ, ഇതുപോലെ തന്നെ സ്വർഗം ലക്ഷ്യം വച്ചുള്ള ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിലെ ഒരമ്മയുടെ സാന്നിധ്യവും സഹായവും ആവശ്യമാണ്. സ്വർഗീയ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാനും സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും സ്വർഗത്തിൻ്റെ മക്കളാക്കി നമ്മളെ വളർത്താനും നമുക്കൊരമ്മയെ ആവശ്യമുണ്ട്. ഈശോ തൻ്റെ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി നൽകുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഈ അമ്മയെ ജീവിതത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. പ്രത്യേകിച്ച് ജപമാല മാസമൊക്കെ ആഘോഷിക്കുമ്പോൾ, കൊന്തമാസമൊക്കെ ആഘോഷിക്കുമ്പോൾ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും അതോടൊപ്പം പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങൾ ധ്യാനിച്ച് കൂടുതൽ ദൈവാനുഭവത്തിൽ ആഴപ്പെടുവാനും തിരുസഭ ഒരുക്കിയിരിക്കുന്ന സമയമാണ് ജപമാല മാസം. സ്നേഹമുള്ളവരെ, ജപമാലയുടെ ശക്തി, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈശോ നൽകിയതാണ് ഈശോയുടെ അമ്മയെ നമുക്ക് അമ്മയായി. ആ അമ്മയെ സ്നേഹിക്കാനും ഭവനത്തിൽ സ്വീകരിക്കാനും നമുക്ക് സാധിച്ചാൽ ഒത്തിരിയേറെ ദൈവകൃപകളിലേക്കും ദൈവാനുഗ്രഹങ്ങളിലേക്കും കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോട്ട ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകളിലായിരുന്നു 6 വർഷത്തോളം. അതിനുശേഷം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് 6 വർഷത്തിന് ശേഷം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് മാറിപ്പോയി. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു യുവാവ് എന്നെ കാണാനിട വന്നു. അപ്പോൾ ആ യുവാവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹായം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന ആ സംഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ ദൈവാനുഭവം ലഭിക്കുന്ന ഒരു അനുഭവമാണ് ആ യുവാവ് എൻ്റെ അടുത്ത് പങ്കുവച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ആ യുവാവ് പാലക്കാട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം, പാലക്കാട് ചിറ്റൂർ എന്ന സ്ഥലത്ത് ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരിക്കൽ ഒരു വലിയ തെങ്ങിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. കാരണം തെങ്ങ് ചെത്തുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്, കള്ള് ചെത്തുക. അപ്പോൾ അങ്ങനെ അതിരാവിലെ തന്നെ കള്ള് ചെത്താൻ പോകും. അങ്ങനെ ഒരു ദിവസം അതിരാവിലെ കള്ള് ചെത്താൻ പോയി തെങ്ങിൻ്റെ മുകളിൽ അങ്ങനെ അത് ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ യുവാവ് താഴെ വീണു അദ്ദേഹത്തിൻ്റെ നട്ടെല്ലൊക്കെ തകർന്നു. അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിനൊക്കെ പരിക്ക് പറ്റി അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു.
അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് കൊല്ലത്തായതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയാണ്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധരായ ഡോക്ടേഴ്സ് പരിശോധന നടത്തി. സ്പൈനൽ കോഡിൽ കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരു വലിയ ഓപ്പറേഷൻ വേണം നിർദ്ദേശിച്ചു. അവർ പാവങ്ങളായ ഒരു കുടുംബമാണ്, സാധു കുടുംബമാണ്. അവർ തങ്ങൾക്കുള്ള വീട് വിറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടേഴ്സ് ആ ചെറുപ്പക്കാരനോടും വീട്ടുകാരോടും പറഞ്ഞു, ജീവിതത്തിൽ ഇനി നിനക്കൊരിക്കലും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സാധിക്കുകയില്ല. ഞങ്ങൾ ചെയ്ത ഓപ്പറേഷനും വിജയകരമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇനി മരണം വരെ നിനക്ക് വാട്ടർ ബെഡിൽ കിടക്കേണ്ടി വരും. മരണം വരെ വാട്ടർ ബെഡിൽ കിടക്കുക. സ്വന്തം കാലിൽ ഒരിക്കലും നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏറെ സങ്കടങ്ങളോടെ ആ കുടുംബം ആ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അവരുടെ താൽക്കാലികമായിട്ടുള്ളൊരു വസതിയിലേക്ക് അവർ പോവുകയും അങ്ങനെ ഒരു മുറി ഒരുക്കി ആ മുറിയിൽ ഒരു വാട്ടർ ബെഡിൽ ഈ യുവാവിനെ 10-18 വയസ്സുള്ള ഈ യുവാവിനെ കിടത്തിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കടുത്ത നിരാശയുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും ദിവസങ്ങൾ നീണ്ടു പോയി. ഈ യുവാവിന് മരിക്കണം എന്ന ചിന്ത ശക്തമായിട്ട് ജീവിതത്തിൽ വന്നു. കാരണം ഇത്രയും കാലം കൂട്ടുകാരുടെ കൂടെ ഓടിച്ചാടി കളിച്ചു നടന്നിരുന്ന യുവാവ്, സിനിമകൾ കണ്ടും പാട്ടുപാടിയും പാട്ട് കേട്ടും ഒക്കെ നടന്നിരുന്ന യുവാവ്, ഈ യുവാവ് ഒരു മുറിയിൽ 4 ചുമരുകൾക്കുള്ളിൽ അവൻ്റെ ജീവിതം ഒതുങ്ങി. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ നാട്ടുകാരും ഒക്കെ ചിലപ്പോൾ അവനെ കാണാൻ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടമാണ്, വെറുപ്പാണ്. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും വേദനയും. ദിവസങ്ങൾ കടന്നുപോയി. മരിക്കണമെന്ന് പലവട്ടം ആഗ്രഹിച്ചു, പക്ഷേ ആരും അതിന് സഹായിച്ചില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ തിക്താനുഭവങ്ങളിലൂടെ ഈ യുവാവ് തൻ്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം, സാധാരണ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ യുവാവിന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അവൻ്റെ അമ്മ വായൊക്കെ കഴുകിച്ച് കൈയൊക്കെ കഴുകിച്ച് പുതപ്പൊക്കെ ഇട്ട് മൂടി പുതപ്പിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വാതിലടച്ച് പോകും. അങ്ങനെ ഒരു ദിവസം രാത്രി, ഏകദേശം 1 വർഷം ആയിക്കാണും ഈ കിടപ്പ് തുടങ്ങിയിട്ട്, ഒരു ദിവസം രാത്രി അവൻ്റെ അമ്മ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ പുതപ്പിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, അന്ന് രാത്രിയിൽ പാതിരാ സമയത്ത് ഇവൻ ഉറക്കത്തിലേക്ക് മയങ്ങിപ്പോയ സമയത്ത് അവൻ്റെ മുറിയിൽ ഒരു പ്രകാശം വന്ന് നിറയുന്നത് അവൻ കാണുകയാണ്. അങ്ങനെ അവൻ ആ പ്രകാശത്തിൽ അവൻ കണ്ണു തുറന്ന് നോക്കി. എന്താണ് ഈ മുറിയിൽ ഇങ്ങനെ പ്രകാശം? അവന് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. അങ്ങനെ ആ പ്രകാശത്തിലേക്ക് അവൻ നോക്കിയപ്പോൾ ആ പ്രകാശത്തിൽ ഒരു സ്ത്രീയും കുഞ്ഞും നിൽക്കുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ യുവാവിന്, അവൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, ആ യുവാവിന് ഈ സ്ത്രീ ആരാണെന്നോ ഈ കുട്ടി ആരാണെന്നോ മനസ്സിലായില്ല. അങ്ങനെ അവൻ ഈ സ്ത്രീയെയും കുട്ടിയെയും രാത്രിയിൽ തൻ്റെ മുറിയിൽ കണ്ടപ്പോൾ അവൻ കിടന്ന് കരയാൻ തുടങ്ങി. അവൻ പേടിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്ത് ആ സ്ത്രീ ആ ചെറുപ്പക്കാരൻ്റെ അരികിലേക്ക് ഉണ്ണിയേശുവുമായിട്ട് നടന്നു വന്ന് ആ സ്ത്രീ ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ, പ്രത്യേകിച്ച് ഈ തകർന്ന നടുഭാഗത്ത് ഒന്ന് തലോടി ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആ സ്ത്രീ അപ്രത്യക്ഷയായി. പക്ഷെ ആ സ്ത്രീ വന്ന് സ്പർശിച്ച് തലോടിയതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയവും മനസ്സും ശാന്തമാകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ തുടങ്ങി. ഒത്തിരിയേറെ ദൈവാനുഭവത്തിലൂടെ ചെറുപ്പക്കാരൻ പോകാൻ തുടങ്ങി. അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഒഴുകി പോകാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, അന്ന് മുതൽ ആ വ്യക്തി ഒരു പുതിയ വ്യക്തിയായി മാറി. അവൻ്റെ മനസ്സിൽ സന്തോഷം വന്ന് നിറഞ്ഞു, ദൈവാനുഭവം വന്ന് നിറഞ്ഞു. അവൻ പ്രാർത്ഥിക്കാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവന് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പല പ്രാർത്ഥനകളും പറഞ്ഞു കൊടുത്തു. നമ്മൾ പുസ്തകം നോക്കി പഠിച്ച സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും അതുപോലെയുള്ള ജപമാലയൊക്കെ ദൈവാത്മാവ് ഈ ചെറുപ്പക്കാരനെ ഈ ബെഡിൽ കിടക്കുമ്പോൾ പഠിപ്പിച്ചു. അങ്ങനെ സാവധാനം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനിടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ 18 വർഷങ്ങളിൽ ഈ യുവാവ് ചെയ്ത ഓരോ പാപങ്ങൾ ഈ ചെറുപ്പക്കാരനെ കാണിക്കാൻ തുടങ്ങി.
പരിശുദ്ധാത്മാവ് ഓരോന്നോരോന്ന് അവന് കാണിച്ചു കൊടുത്തു. അവനതൊക്കെ ഓർത്ത് കരഞ്ഞു നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. മറ്റു പല തെറ്റുകളും ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് നന്നായിട്ട് മനസ്തപിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. കുറേ വ്യക്തികളോട് ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ കടുത്ത വെറുപ്പുണ്ടായിരുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു. അവരോട് ക്ഷമിച്ചു. ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പഠിപ്പിച്ചു. അങ്ങനെ സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവുമായിട്ട് പിന്നീട് ഒരു 6 മാസം കൂടെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ അന്ന് തെങ്ങിൽ നിന്ന് വീണിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി. അങ്ങനെ ഈ 1.5 കൊല്ലമായി ഈ സംഭവത്തിന് ശേഷം 6 മാസം, മാതാവിൻ്റെ സ്പർശനത്തിന് ശേഷം 6 മാസം. അങ്ങനെ 6 മാസമായ ആ സമയത്ത് ഒരു ദിവസം അവരുടെ വീട്ടിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരി അവരുടെ വീട് സന്ദർശിക്കുക. അവൻ്റെ പ്രശാന്തിൻ്റെ അമ്മയോട് അനുവാദം വാങ്ങി ആ സ്ത്രീ അവൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചു. ആ സ്ത്രീ പ്രശാന്തിൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ആ സ്ത്രീ പ്രശാന്തിനോട് പറഞ്ഞു, മോനെ, ഈശോ നിന്നോട് എഴുന്നേറ്റ് നടക്കാനാണ് പറയുന്നത്. മോനെ, ഈശോ നിന്നോട് എഴുന്നേറ്റ് നടക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രശാന്ത് വളരെ സങ്കടത്തോടെ ആ സ്ത്രീയെ നോക്കി. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടേഴ്സ് വലിയ ഓപ്പറേഷൻ ശേഷം പറഞ്ഞിട്ടുള്ളതാണ്, ജീവിതത്തിൽ ഒരിക്കലും ഇനി നടക്കാൻ പറ്റത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും ഈ സ്വന്തം കാലുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ആ ചേച്ചി ദയനീയമായി നോക്കി. ആ സഹോദരി വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു, മോനെ, നിന്നോട് ഈശോ എഴുന്നേറ്റ് നടക്കാനാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ശക്തമായിട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അന്ന് മുതൽ ഈ യുവാവ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മാതാവ് അക്ഷരാർത്ഥത്തിൽ ഭവനത്തിൽ ചെന്ന് സ്പർശിച്ച ഒരു യുവാവിൻ്റെ ജീവിതാനുഭവം. സ്നേഹമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവകൃപകൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മകൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ അവനെ സ്നേഹത്തിൽ വളർത്തി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഇവരുടെ കുടുംബം മുഴുവൻ, ഇവൻ്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാവരും യേശുവിൽ വിശ്വസിക്കാനും യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. കാരണം ആ നാട്ടുകാർക്ക് മുഴുവനും അതിശയമായി. കാരണം ഇവൻ തെങ്ങിൽ നിന്ന് വീണതും തളർന്നു പോയതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടത്തിയതും ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചതും 1 വർഷത്തോളമായിട്ട് വാട്ടർ ബെഡിൽ കിടക്കുന്നതും ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കൊല്ലത്ത് കടവൂര് പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം. ഒരു ദിവസം ഈ യുവാവ് ഒന്നും സംഭവിക്കാത്തൊരു ചെറുപ്പക്കാരനെ പോലെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് നാട്ടുകാർ അതിശയിച്ചു. ദൈവത്തിൻ്റെ ശക്തിയെ പലരും അതിശയത്തോടെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങി. സ്നേഹമുള്ളവരെ, അനേകർ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കിട്ടിയ സൗഖ്യമോർത്ത് ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് ഏതാനും നാളുകൾ കഴിഞ്ഞു ഈ കുടുംബം ധ്യാനകേന്ദ്രത്തിൽ വന്നു. അവർ ധ്യാനത്തിൽ സംബന്ധിച്ചു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ധ്യാനം കൂടുമ്പോൾ കൂടുതൽ ദൈവാനുഭവത്തിലേക്കും കൂടുതൽ അഭിഷേകത്തിലേക്കും ഈ കുടുംബം കടന്നു വന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു കുടുംബമായി മാറി. അവൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇന്നും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മെയിൻ സ്റ്റേജിൽ അവിടെ കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുക. ഇപ്പോഴത്തെ അവൻ്റെ പേര് എബിൻ ഫ്രാൻസിസ് എന്നാണ്. അവൻ മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ മകനായിട്ട് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തിട്ട് അവിടെ ജീവിക്കുക. അപ്പോൾ ഈ എബി ഫ്രാൻസിസ്, നിങ്ങൾ ഡിവൈനിൽ ചെന്നാൽ ഇപ്പോഴും കാണാം, അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ അവൻ്റെ സ്വന്തം അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആ സ്ത്രീയും കുഞ്ഞും അന്ന് കടന്നു വന്നത്? അന്ന് ആ സ്ത്രീയെക്കുറിച്ച്, ആ കുഞ്ഞിനെക്കുറിച്ച് ഈ ചെറുപ്പക്കാരൻ അറിയത്തില്ലായിരുന്നു. ആരാണ് ഈ സ്ത്രീ? ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ആ ചെറുപ്പക്കാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയുടെ കൂട്ടുകാരികൾ അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു പലരും. അവർ ഇൻ്റർവെൽ സമയങ്ങളിൽ ദേവാലയത്തിൽ പോകും, പരിശുദ്ധ അമ്മയുടെ രൂപത്തിനരികിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുകണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരികളോടൊപ്പം പള്ളിയിൽ പോകാറുണ്ട്. പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെ ഞാൻ സമർപ്പിക്കാറുണ്ട്. എൻ്റെ സ്കൂൾ പഠനം കഴിഞ്ഞപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയോട് സ്നേഹം എനിക്കുണ്ട്. എനിക്ക് പരിശുദ്ധ അമ്മയെ വലിയ ഇഷ്ടമാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴും നിങ്ങൾ മക്കൾ ജനിച്ചപ്പോഴും എല്ലാം ഞാൻ ഈ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം മോനെ, നമ്മുടെ വീട്ടിലൊരാവശ്യം വന്നപ്പോൾ ആ അമ്മ ഉണ്ണിയേശുവിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. സ്നേഹമുള്ളവരെ, എത്രയോ ഹൃദയസ്പർശിയായ സംഭവം. പരിശുദ്ധ അമ്മ
ഒരു ആവശ്യമുള്ള കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കി ആ കുടുംബത്തിലെ മകനെ സ്പർശിച്ച് തലോടി അവനെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയ സംഭവം ഈ മാതാവ് സ്പർശിച്ച ആ ചെറുപ്പക്കാരൻ തന്നെ എൻ്റെ അടുത്ത് പങ്കുവച്ചപ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ കരുതലിനെക്കുറിച്ച് അറിയാതെ ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു പോയി. സ്നേഹമുള്ളവരെ, അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന ഒരമ്മ, അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരമ്മ, ആ അമ്മയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയെ നിങ്ങളുടെ അമ്മയായി നൽകുകയാണോ? ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹവും, ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ സന്തോഷവും, ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ കരുതലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകം മുഴുവനും ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അമ്മയുടെ സ്നേഹം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയെ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയായി ഞാൻ നൽകുകയാണ്. ഈശോയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത്. ഈ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും ഈ അമ്മയുടെ സ്നേഹത്തിൽ വളരാനും അമ്മയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും ഏറെ ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് ജപമാല പ്രാർത്ഥന. കൊന്ത സംസ്കാരം ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയും ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതുപോലെയുള്ള വിശുദ്ധരായ മാർപ്പാപ്പന്മാരെല്ലാവരും ദിവസവും ജപമാല ചൊല്ലുന്നവരും ജപമാലയുടെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞിരുന്നവരും അനുഭവിച്ചിരുന്നവരുമാണ്. പലപ്പോഴും തിരുസഭ നമ്മളെ പല വിധങ്ങളിൽ ഓർമ്മിപ്പിക്കാറുണ്ട് ജപമാലയുടെ ശക്തിയെക്കുറിച്ച്. ജപമാല അതിൻ്റെ സ്വഭാവത്തിൽ വളരെ ലളിതമാണെങ്കിലും അതിൻ്റെ ശക്തിയിൽ വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്? വാസ്തവത്തിൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ, അതോടൊപ്പം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ, മഹത്വത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്? സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ ധ്യാനിക്കുന്നത്. പിന്നീട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളും അടയാളങ്ങളുമൊക്കെയാണ് നമ്മൾ അവിടെ ധ്യാനിക്കുന്നത്. അതിനുശേഷം ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണത്തിലൂടെയുള്ള രക്ഷയുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനുശേഷം മഹിമയുടെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്? യേശുവിൻ്റെ പുനരുത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവുമൊക്കെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ 4 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? 4 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്താണ് ചെയ്യുന്നത്? യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ആ യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം യേശുവിൻ്റെ സമ്പൂർണ്ണമായ ജീവിതം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്, അഭിഷേകമുള്ള പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ ആയിരക്കണക്കിന് മനുഷ്യരെ ഞാൻ എൻ്റെ കോട്ടയിലെയും ഡിവൈനിലെയും ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ പരീക്ഷകളിൽ വിജയം, രോഗങ്ങളിൽ സൗഖ്യം, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ ലഭിക്കുന്നു, ഒത്തിരിയേറെ അപകടങ്ങളിൽ പരിശുദ്ധമ്മയുടെ സഹായം, ഇങ്ങനെ ലഭിച്ച നിരവധി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട്. പരിശുദ്ധമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിലും വളരെ ശക്തമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു ദൈവാനുഭവം, പരിശുദ്ധമ്മയിലൂടെ ലഭിച്ച സംരക്ഷണം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ കുട്ടി ഒരു നേഴ്സാണ്, BSc നേഴ്സാണ്. അവൾ കേരളത്തിന് പുറത്ത് വിശാഖപട്ടണത്ത് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി അങ്ങനെ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഒരിക്കൽ വിശാഖപട്ടണത്തിൽ നിന്നും നാട്ടിലേക്ക് അവധിക്ക് വരികയാണ്. അവധിക്ക് വരുമ്പോൾ ട്രെയിനിലിരുന്ന് പരിശുദ്ധ അമ്മയോട് ഈ കുട്ടിക്ക് വലിയ സ്നേഹമാണ്. ഈ കുട്ടി ട്രെയിനിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്.
അങ്ങനെ ജപമാല ചൊല്ലി, കയ്യിലൊരു ജപമാലയുണ്ട്. ആ കുട്ടി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി ഒന്ന് പുറത്തിറങ്ങി ടെലിഫോൺ ബൂത്തിൽ പോയി വീട്ടിലേക്ക് വിളിച്ചു പറയാം, ഇത്ര സമയത്ത് ഇന്ന സമയത്ത് ട്രെയിൻ വരും, അവിടെ വീട്ടിലേക്ക് വരാം, ഇന്ന സമയത്ത് എത്തുമെന്നൊക്കെ പറയാം എന്ന് കരുതി അവൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഒരു ഫോൺ ബൂത്തിൽ കയറി അവൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. അപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടാൻ സമയമായി. ശബ്ദത്തോട് സൈറൻ മുഴക്കി ട്രെയിൻ പുറപ്പെടുകയാണ്. വിവരമറിഞ്ഞ് പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഈ ടെലിഫോൺ ബൂത്തിൽ പണം കൊടുത്ത് പെട്ടെന്ന് അവൾ ട്രെയിനിൽ ഓടിക്കയറാൻ വേണ്ടി അവൾ ഓടുകയാണ്. പക്ഷേ അവൾ ഓടി വന്ന് ട്രെയിനിലേക്ക് അവൾ കാലെടുത്ത് വച്ചപ്പോഴേക്കും ട്രെയിൻ മുമ്പോട്ട് പോയി. അവൾക്കൊന്ന് പിടിക്കാനേ സാധിച്ചുള്ളൂ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരുന്നവരെല്ലാം അവർ കാണുന്നത് ഈ പെൺകുട്ടി താഴേക്ക് പോയി. അവരെല്ലാം അവരുടെ കണ്ണുകൾ ആ കാഴ്ചകൾ കാണാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു. അവരെല്ലാവരും കരുതിയതും അവർ ചിന്തിച്ചതും പെൺകുട്ടി താഴേക്ക് പോയി, അവൾക്ക് അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഫോൺ ബൂത്ത് നടത്തുന്ന തമിഴ് സ്ത്രീ, ആ സ്ത്രീക്ക് ആ പെൺകുട്ടിയോട് ഒരു കരുണ തോന്നി, ഒരു ദയ തോന്നി. അപ്പോൾ ഈ പെൺകുട്ടിയാണ് അവരുടെ ഫോണിൽ അവസാനമായിട്ട് ഫോൺ ചെയ്ത്. അതുകൊണ്ട് ആ തമിഴ് സ്ത്രീ എന്തു ചെയ്തു? അവർ ആ നമ്പറിൽ തന്നെ ഡയൽ ചെയ്ത് ഇവരുടെ വീട്ടിൽ അറിയിച്ചു, നിങ്ങളുടെ മകൾ ഇപ്പോൾ തന്നെ ഒരു അപകടത്തിൽപ്പെട്ടു, അവൾ മിക്കവാറും മരിച്ചിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ വീട്ടിൽ അറിയിച്ചു. അങ്ങനെ ഈ വാർത്ത കേട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും വലിയ സങ്കടത്തിലായി, ദുഃഖത്തിലായി. അവരെല്ലാവരും ചില രാഷ്ട്രീയക്കാരുമൊക്കെയായിട്ട് ഇടപെട്ട് അവർ കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചു. അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉടനെ തന്നെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ അധികാരികൾ ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിക്ക് വേണ്ടി, ശവശരീരത്തിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അവർ റെയിൽവേ ട്രാക്ക് മുഴുവനും പരതിയെങ്കിലും അവർക്ക് ഈ കുട്ടിയുടെ ശരീരം കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ഈ മുഖ്യമന്ത്രിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും അന്വേഷണങ്ങളും എല്ലാമായി റെയിൽവേ അധികൃതർ ഈ പെൺകുട്ടി കിടന്നുറങ്ങിയിരുന്ന ബെർത്തിൽ പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പോയി അവിടെ ബെർത്തിൽ പോയി അവിടുത്തെ ടിക്കറ്റ് ചെക്കർ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് കണ്ടു. ആ പെൺകുട്ടിയോട് ചോദിച്ചു, ആ കുട്ടിയുടെ പേര് സാനിമോൾ എന്നാണ്. അവളോട് ചോദിച്ചു, സാനിമോളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. പക്ഷേ ആ ടിക്കറ്റ് ചെക്കർ വേറെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പക്ഷേ നാട്ടിൽ കേരളത്തിൽ അറിയിച്ചു, നിങ്ങളുടെ മകൾ സുരക്ഷിതയാണ്, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ മകൾ നാട്ടിലെത്തി. അവളുടെ വീട് കുമരകത്താണ്. അവിടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറേ ആളുകൾ ഇവളെ കാത്തിരിക്കുകയായിരുന്നു. ഇവളുടെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കേരളത്തിലുള്ള പത്രങ്ങളിൽ 3-4 പത്രങ്ങളിൽ വാർത്ത വന്നു. ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ വാർത്ത വന്നു. അങ്ങനെ ഈ മകൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വീട്ടുകാർക്കൊക്കെ അതിശയമായി. ജീവനോടെ തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയപ്പോൾ അവർ ചോദിച്ചു, മോളെ സാനിമോളെ, നിനക്ക് എന്താ സംഭവിച്ചത്? ഞങ്ങളെല്ലാം ഭയപ്പെട്ടു പോയല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സംഭവിച്ച കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കേണ്ട എന്ന് കരുതി. കാരണം വീട്ടിലറിഞ്ഞാൽ നിങ്ങൾ വഴക്കിടുമോ എന്ന് കരുതി ഒന്നും അറിയിക്കേണ്ട എന്ന് കരുതി. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ അവർ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു, അവൾ ആ ടെലിഫോൺ ബൂത്തിൽ നിന്നും ഓടി ട്രെയിനിലേക്ക് കയറാൻ വന്ന് ട്രെയിനിൽ പിടിച്ചപ്പോൾ അപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി അവളുടെ കാലുകൾ താഴേക്ക് പോവുകയാണെന്ന്. ആ സമയം ഈ പെൺകുട്ടി ഉറക്കെ കരഞ്ഞു, എൻ്റെ അമ്മേ മാതാവേ, എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കരഞ്ഞു. ആ സമയം അവൾ കാണുകയാണ് ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് അവളെ ട്രെയിനിലേക്ക് എടുത്തു വച്ചതിന് ശേഷം ആ സ്ത്രീ അപ്രത്യക്ഷയായി. അപ്പോൾ ഈ ഒരു അനുഭവം അവൾക്ക് കിട്ടി. അവൾ ആ അനുഭവത്തോടുകൂടെ സന്തോഷത്തോടെ അവളുടെ ബെർത്തിൽ പോയി കിടന്നുറങ്ങി. ആരെയും ഇവരും അറിയിച്ചില്ല. അവൾ ചിന്തിച്ചു, വീട്ടിലും മറ്റാരോടും പറയാതിരിക്കുകയാണ് നല്ലത്, കാരണം അവരൊക്കെ അശ്രദ്ധ കാരണമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് വഴക്ക് പറയുമെന്ന് കരുതി. പക്ഷേ പരിശുദ്ധ അമ്മ കടന്നു വരികയും അവളെ താങ്ങുകയും അവളെ രക്ഷിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഒരു ദിവസം ഈ പെൺകുട്ടി ആ പത്രവാർത്തയുമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എന്നെ കാണാൻ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഈ പത്രവാർത്ത വായിക്ക്. ഈ പത്രത്തിൽ ഈ വാർത്തയിൽ കാണുന്ന ആൾ ഞാനാണ്. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചതുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലുമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അച്ഛാ, എനിക്കിവിടെ സാക്ഷ്യം പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പലയിടങ്ങളിലും ആ കുട്ടിക്ക് സാക്ഷ്യം പറയുവാൻ ഞാൻ അവസരം കൊടുത്തു. സ്നേഹമുള്ളവരെ, ഇപ്പോഴും അവളെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ, ജപമാലയെക്കുറിച്ച് പറയുമ്പോൾ ജപമാലയുടെ ശക്തിയിലൂടെ പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചതിനെക്കുറിച്ച് അച്ഛൻ പറയണമെന്ന്. സ്നേഹമുള്ളവർ, സന്തോഷത്തോടു കൂടെ ആ കുട്ടിയുടെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ ജപമാല, പരിശുദ്ധ അമ്മയോടുള്ള ഈ ജപമാല പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അമ്മയോടുകൂടെ ഈശോയുടെ ജീവിതം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വലിയ ശക്തിയും അഭിഷേകവും
നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ അമ്മ ജപമാല മാസത്തിലൊക്കെ പ്രത്യേകമായിട്ടുള്ള കൃപയും അഭിഷേകവും അമ്മയുടെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ആ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും പരിശുദ്ധ അമ്മേ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കാനായിലെ കുടുംബത്തിൽ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹം കടന്നു വന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളിലൂടെ അമ്മ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഇതുവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും പരിശുദ്ധ അമ്മേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ജപമാലയെ സ്നേഹിക്കാനും കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കൂടുതൽ ഈശോയിൽ വളരാനും പരിശുദ്ധ അമ്മേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഉണർവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ ഏറെ ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ